മുക്കുപണ്ടം പണയം വെച്ച ശേഷം മരിച്ചെന്ന് സ്വയം വാർത്ത കൊടുത്തയാൾ പിടിയിൽ. മുക്കുപണ്ടം പണയം വെച്ച് 4.5 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ശേഷം മരിച്ചെന്നും ചെന്നൈയിൽ സംസ്കാരം നടത്തിയതായും ഇയാൾ പത്രവാർത്ത നൽകി. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ സംഭവം? സജിത്ത്, 2023 ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോട്ടയം കുമാരനെല്ലൂരിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പല തവണയായി മുക്കുപണ്ടം പണയം വെച്ചു. അതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് മുങ്ങുന്നു. തൊട്ട് പിന്നാലെ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു. ഇയാളുടെ പേരിൽ വീട്ടിലെല്ലാം ഒരു വിളിപ്പേര് സുബി എന്നാണ്, സജീവ് എന്നാണ് യഥാർത്ഥ പേര്. സുബി എന്ന പേരിൽ ഇയാൾ മരണപ്പെട്ടെന്നും ഫലത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിൽ ഇത് വാർത്തയായി വരികയും ചെയ്തു. ചെന്നൈ അടയാറിൽ വെച്ചാണ് ഇയാളുടെ സംസ്കാരം എന്നതടക്കമുള്ള വിവരങ്ങൾ കൊടുക്കുന്നു. ഭാര്യയുടെയും കുട്ടികളുടെ ഒക്കെ വിവരങ്ങൾ കൊടുക്കുന്നു. സാധാരണ ഒരു ചരമ വാർത്ത. അങ്ങനെ ഇയാൾ മരണപ്പെട്ടു എന്ന് കരുതി പരാതിക്കാരെല്ലാം ഇരിക്കുന്ന സമയത്താണ് ഗാന്ധിനഗർ പോലീസ് വളരെ തന്ത്രപരമായി ഈ അന്വേഷണത്തെ പിന്തുടർന്നത്. ഗാന്ധിനഗറിലെ SI സത്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് പിന്തുടർന്നത്. അതായത് പിന്നെയും ഈ കേസിനെ ഏതാണ്ട് ഇത്ര നാള് ശേഷവും ഈ കേസിനെ പിന്തുടരുകയും ഇയാളുടെ ആധാർ കാർഡ് വെച്ച് മറ്റൊരു മൊബൈൽ നമ്പർ ഇയാൾ എടുത്തിട്ടുണ്ട്, ആരോ എടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഭാരത്തിൽ അങ്ങനെ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് പോലീസിന് സംശയം തോന്നിയത്. പിന്നീട് ഈ നമ്പർ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഈ വീട്ടിലേക്ക്, ഇയാളുടെ ഭാര്യയുടെ ഫോണിലേക്ക് ഫോൺ കോളുകൾ വരുന്നതായി പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ചെന്നൈയിൽ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം ലഭിക്കുന്നത്. ചെന്നൈയിൽ ആണ് ഇയാൾ താമസിച്ചിരുന്നത്. ഡ്രൈവറായി മറ്റും ജോലി ചെയ്തിരുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കൊടൈക്കനാലിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇയാൾ വലിയ സിനിമാ ഭ്രാന്തനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സിനിമയിൽ അഭിനയിക്കുക പോലുള്ള താല്പര്യങ്ങളോടുകൂടി ഇങ്ങനെ പോകുന്നു എന്നുള്ള വിവരമുണ്ട്. എന്തായാലും നിലവിൽ ഒരു കേസാണുള്ളത്. പക്ഷേ ഇയാൾ വീട് ലോൺ എടുത്ത് വെച്ച ശേഷം അത് ഒറ്റയ്ക്ക് 4-5 ലക്ഷം രൂപ ഒറ്റയ്ക്ക് കൊടുത്ത ശേഷം ആ പണവുമായി മുങ്ങുന്ന രീതിയും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജിത്ത്, ഈ വാർത്ത നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ്